Hello everyone, welcome back to Silent Learning. It's me, Jamshad. You can call me JD. ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രൈയിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. യൂണിറ്റ് 4 ആയിട്ടുള്ള ഈ ഒരു ക്രൈയിങ് എന്നുള്ള കുഞ്ഞു കവിത നമ്മൾ അങ്ങോട്ട് പഠിച്ചാലോ? സെറ്റ് ആക്കിലോ? Are you guys ready? സെറ്റ് ആണോ മക്കളെ? പൊളിയല്ലേടാ? സെറ്റ് അല്ലേടാ? ആ ഒരു ക്രൈയിങ് എന്നുള്ള ചാപ്റ്റർ ആക്ച്വലി സംഭവം ക്രൈയിങ് എന്നാണ് പേരെങ്കിലും അത് ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് എത്തുന്ന ഒരു നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു ചാപ്റ്റർ ആണ്. നോക്കിയാലോ എന്താണ് അതിൽ പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കുറെ പിക്ചേഴ്സ് കാണാൻ പറ്റും. ഈ കുളിക്കുന്ന പിക്ചർ, കരയുന്ന പിക്ചർ എന്താണെന്ന് നോക്കാം. ക്രൈയിങ് യൂണിറ്റ് 4 ആണ് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിലുള്ള ആക്ച്വലി 4th യൂണിറ്റിലെ ചാപ്റ്റർ ആണ്. നോക്കാം. ക്രൈയിങ് എന്ന് പറഞ്ഞാൽ കരയുക, അത് നിങ്ങൾക്ക് അറിയാലോ. ക്രൈയിങ് ഓൺലി എ ലിറ്റിൽ ബിറ്റ്, കുറച്ച് കരഞ്ഞു കഴിഞ്ഞാല് എന്താ പറഞ്ഞത്? ലിറ്റിൽ ബിറ്റ് പറഞ്ഞാൽ വളരെ കുറച്ചിട്ടോ. ക്രൈയിങ് ഓൺലി എ ലിറ്റിൽ ബിറ്റ് ഈസ് നോ യൂസ്. ഓ, കുറച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇച്ചിരി കരഞ്ഞിട്ട് കാര്യമല്ല. ശരിയല്ലേ? നമ്മൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞാലൊന്നും എന്ത് കിട്ടില്ല, വീട്ടിൽ നമുക്ക് എന്ത് കിട്ടില്ല, അറ്റൻഷൻ കിട്ടില്ല. അല്ലെങ്കിൽ വീട്ടുകാരൻ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എനിക്ക് സൈക്കിൾ വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, കടന്ന് അലമ്പായിട്ട് കരയണം, എന്നാലേ എന്തുള്ളൂ, സൈക്കിൾ കിട്ടുള്ളൂ. പാരന്റ്സ് കേൾക്കണ്ടല്ലേ? ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്താവശ്യം, മൊബൈൽ കളിക്കാൻ മൊബൈൽ വേണം, അല്ലെങ്കിൽ ടാബ് വേണം. ഇതൊക്കെ നമ്മൾ ഇച്ചിരി കരഞ്ഞാൽ മതിയോ? പോരാ, നന്നായിട്ട് കരയണം. അപ്പോൾ മാത്രമേ എന്തുള്ളൂ, അതുകൊണ്ട് ഉപകാരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ പാരന്റ്സ് കേട്ടെങ്ങേറായിട്ട് നമുക്കത് വാങ്ങിത്തരുള്ളൂ. കുറച്ച് കരഞ്ഞിട്ട് കാര്യമില്ല, ഉപകാരമില്ല എന്നാ പറയുന്നത്. യു മസ്റ്റ് ക്രൈ അണ്ടിൽ യുവർ പില്ലോ ഈസ് സോഫ്റ്റ്. ഓ, നമ്മൾ കരയണം. എങ്ങനെ കരയണം എന്നാ? യു മസ്റ്റ് ക്രൈ, നീ കരയണം. അണ്ടിൽ യുവർ പില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന തലയണ അല്ലേ? തലയണ സോക്ക്ഡ് ആവുന്നത് വരെ, നനഞ്ഞ് കുതിരുന്നത് വരെ. ഇതാ സോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നനഞ്ഞ്. സോക്ക് ചെയ്യാറുണ്ടാലും സോക്ക്ഡ് പറഞ്ഞാലും നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നതിനാണ് വസ്ത്രങ്ങളൊക്കെ സോക്ക്ഡ്. ഐ സോക്ക്ഡ് മൈ ഡ്രസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് വെള്ളത്തിൽ ഇട്ട് വെച്ചു, അല്ലെങ്കിൽ നനച്ചു എന്നുള്ള അർത്ഥമാണ്. ഡ്രൈന്റെ ഓപ്പോസിറ്റ് ആണ് സോക്ക്ഡ്. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്താക്കണം? നമ്മുടെ പില്ലോ സോക്ക്ഡ് ആവുന്നത് വരെ കരയണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് മറ്റൊരർത്ഥം വെക്കാം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. വി ക്യാൻ ക്രൈ അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് വരുന്നുണ്ട്. ദെൻ യു ക്യാൻ ജംപ് ഇൻ ദ ഷവർ. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം? നേരെ ഷവറിലേക്ക് പോവാം. എന്നിട്ട് ആദ്യം ഫുള്ള് കരഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഷവറിൽ പോവുക. ഷവർ എന്ന് പറഞ്ഞാൽ ബാത്ത്, കുളിക്കുക അല്ലെ? ഓക്കെ, ആൻഡ് സ്പ്ലാഷ്. എന്നിട്ട് എന്താക്കുക? വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുക. കുളിക്കുന്ന സമയത്ത് സ്പ്ലാഷ് വെള്ളം ഇങ്ങനെ മേലേക്കൊക്കെ തെറിപ്പിക്കുക. നൈസ്. ഓക്കെ, നെക്സ്റ്റ് സ്പ്ലാഷ് എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വെള്ളം തെറിപ്പിക്കുന്നതിനുള്ള ഒരു വേർഡാണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം. നെക്സ്റ്റ് വൺ ഇനിയാണ്. ദെൻ യു ക്യാൻ ത്രോ ഓപ്പൺ യുവർ വിൻഡോ. എന്നിട്ട് നേരെ എന്താക്കാം? നമ്മുടെ ജനാലകളൊക്കെ തുറന്നിടാം. യെസ്, ജനാലകളൊക്കെ കുറച്ച് എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവട്ടെ, ജനാലകളൊക്കെ തുറന്നിടാം. എന്നിട്ടോ ആൻഡ് എന്നിട്ട് നമ്മൾ എന്ത് പറയണം? ജനാല തുറന്നിട്ട്. കരയുന്ന സമയത്ത് ഒരാളും കാണാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരൊന്നും കാണാൻ പാടില്ല, നമ്മളെ വീട്ടുകാർ മാത്രം കണ്ടാൽ മതി. പക്ഷെ എന്നിട്ട് ജനാല തുറന്നിട്ട് ചിരിക്കുന്നതായിരിക്കണം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. നാട്ടുകാർ കാണുമ്പോൾ എന്താ, നമ്മൾ ചിരിക്കുന്നതായിരിക്കണം. ജനാല തുറന്നിട്ട് ചിരിക്കുക. ആൻഡ് ഇഫ് പീപ്പിൾ സേ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൂടെ പോകുന്ന നെയ്ബേഴ്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ടാവും, നാട്ടുകാർ കാണുന്നുണ്ടാവും. അപ്പോ അവര് പറയുകയാണെങ്കിൽ, ഹേ വാട്ട്സ് ഗോയിങ് ഓൺ അപ്പ് ദേർ, അവിടെ ഇപ്പൊ എന്താ പറ്റിയേ, അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചാൽ, ഓക്കെ, ആൻഡ് ഇഫ് പീപ്പിൾ സേ, ജനങ്ങൾ പറഞ്ഞാൽ, ഹേ വാട്ട്സ് ഗോയിങ് ഓൺ അപ്പ് ദേർ, അവിടെ എന്താ സംഭവിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗ് ബാക്ക്, ചിരിച്ച് അവരോട് നീ തിരിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ തിരിച്ച് പാടിക്കോ. ഹാപ്പിനെസ് വാസ് ഹൈഡിങ് ഇൻ ദ ലാസ്റ്റ് ഇയർ. ഹാപ്പിനെസ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മെയിൻ മോട്ടിവേഷണൽ ലൈനാണ്, നമുക്ക് മൈൻഡിൽ വെക്കേണ്ട സാധനമാണ്. ഹാപ്പിനെസ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഹാപ്പിനെസ് വാസ് ഹൈഡിങ്, ഹാപ്പിനെസ് ഒളിച്ചിരിക്കുകയായിരുന്നു. ഇൻ ദ ലാസ്റ്റ് ഇയർ, അവസാനത്തെ കണ്ണുനീരിൽ. ഐ വെപ്റ്റ് ഇറ്റ്, ഞാൻ അത് കരഞ്ഞു. ഞാൻ കരഞ്ഞ സമയത്ത് കുറേ കണ്ണുനീരുകൾ ഇങ്ങനെ ചുറ്റു വീണു. ആ കണ്ണുനീരിന്റെ അവസാനത്തെ കണ്ണുനീരിലായിരുന്നു എൻ്റെ ഹാപ്പിനെസ്. ഉറപ്പല്ലേ? കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിനുശേഷം ഹാപ്പിനെസ് അല്ലേ? ആലോചിച്ച് നോക്കിയാൽ കരഞ്ഞ് നമുക്കൊരു വിഷമമുണ്ട്, വലിയൊരു വിഷമം, ഒരു പ്രയാസം. അത് കരഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അതിനൊരു റിലാക്സേഷൻ ഉണ്ടാവും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടുകാരോട് പറയും എനിക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് അവസാനത്തെ തുള്ളിയാകുന്ന സമയത്ത് അവർ ആ സാധനം നമുക്ക് തരുന്നു. ദാറ്റ്സ് ഹാപ്പിനെസ്. അങ്ങനെ ഐ വെപ്റ്റ് ഇറ്റ്, ഞാൻ കരഞ്ഞ, വീപ്പിന്റെ പാസ്റ്റ് ആണ് വെപ്റ്റ്. വീപ്പ് എന്ന് പറഞ്ഞാൽ കരയുക, വെപ്റ്റ് എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ഐ വെപ്റ്റ്, ഞാൻ കരഞ്ഞ കരയുന്നതിന്റെ അവസാനത്തെ കണ്ണുനീര് തുള്ളിയിലായിരുന്നു ഹാപ്പിനെസ് ഉണ്ടായിരുന്നത്. യെസ്, ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും നമുക്കതിന് അവസാനം എന്തുണ്ടാവും? അതിലൊരു ഹാപ്പിനെസ് ഉണ്ടാകും. ഏതൊരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ അവസാനം നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ കഴിയും. ഇഫ് യു ട്രൈ ഹാർഡർ യു വിൽ ഗെറ്റ് ഹാപ്പിയർ. ഓക്കെ, യെസ്, ഗാൽവി കിന്നലിന്റെ ഈ ഒരു കവിതയാണ് ഇത്. ആക്ച്വലി ഒരു പോമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. മാത്രമല്ല ഇതിലെ ന്യൂ വേർഡ്സ് സോക്ഡ് നമ്മൾ പഠിച്ചു, കംപ്ലീറ്റ്ലി വെറ്റ് ആവുന്നത് നമ്മളതിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട് തന്നെ പഠിച്ചിരുന്നു അല്ലേ? ഇതാ ഇവിടെയുണ്ട്. യെസ്, സോക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനയുന്ന, കംപ്ലീറ്റ് നനഞ്ഞ് കുതിരുന്നതിനാണ് സോക്ഡ് എന്ന് പറയാം. യെസ്, പിന്നെയോ അടുത്ത ഷവർ എന്ന് പറഞ്ഞാൽ ബാത്ത് ഇൻ വിച്ച് വാട്ടർ ഈസ് സ്പ്രേഡ് ഫ്രം എബവ്, മുകളിൽ നിന്ന് വെള്ളം ചൊരിയുന്നത്. ആക്ച്വലി ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊള്ളുന്നതിന് ഷവർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാവും ഷവർ ഉണ്ടാവും. ഓക്കെ, ആ ഷവറിൽ നിന്ന് വെള്ളം നനഞ്ഞിട്ട് മീൻസ് മഴ പെയ്യുന്നത് പോലെ ഷവർ ഉണ്ടായിരിക്കില്ലേ, അങ്ങനെ അതിനും പറയും. വെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെഡ് ടീയേഴ്സ്, കണ്ണുനീരൊഴുക്കുന്നതിനാണ്. ക്രൈഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ. മാത്രമല്ല നമ്മുടെ ഈ ഒരു കവിതയുടെ കംപ്ലീറ്റ് ക്രൈയിങ്ങിന്റെ സമ്മറിയും കൂടി നമ്മളിവിടെ സെറ്റാക്കാം. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. സോ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറന്നു പോരുത്. ഇതുപോലെ ധാരാളം മറ്റ് സബ്ജക്റ്റുകളുടെയൊക്കെ ലൈവ് സെഷനുകളും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സെറ്റാക്കാം. ക്രൈയിങ് ലിറ്റിൽ is no of use. കുറച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. You must cry till your pillow gets drenched with your tears. കണ്ണുനീര് കൊണ്ട് തലയണ മുഴുവൻ കുതിരുന്നത് വരെ, നനയുന്നത് വരെ എന്താവണം? നീ കരയണം. Only then you can be happy. അപ്പോഴേ നിനക്ക് സന്തോഷം വരികയുള്ളൂ. ആൻഡ് ജംപ് ഇൻ ദ ഷവർ. എന്നിട്ട് എന്താക്കണം? നേരെ ഷവറിലേക്ക് ചാടണം. ആക്ച്വലി ഷവറിലേക്ക് പോയിട്ട് കുളിക്കണം. ഓൺലി ദെൻ യു ക്യാൻ ലവ് ഹാർട്ട്ലി. അപ്പോഴേ നിനക്ക് മനസ്സ് തുറന്നുകൊണ്ട് നിനക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ചിരിക്കാൻ പറ്റുകയുള്ളൂ. പീപ്പിൾ മേ വണ്ടർ അറ്റ് യുവർ ആക്ടിവിറ്റി. നിന്റെ കളി കണ്ടിട്ട് ആൾക്കാർ അത്ഭുതപ്പെടും. ഇവനെന്താ ചെയ്യുന്നത്, എന്താ പച്ചങ്ങി ചെയ്യുന്നതെന്ന് ആലോചിക്കും. അല്ലെങ്കിൽ അവരെന്താക്കും? അത്ഭുതപ്പെടും. ബട്ട് ഡോണ്ട് മൈൻഡ്. അതൊന്നും മൈൻഡ് ആക്കണം. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരെ മൈൻഡ് ചെയ്യണ്ട. യു ജസ്റ്റ് ടെൽ ദം. അവരോട് നീ പറയണം. ആകെ നീ പറയേണ്ടത് ഇത് മാത്രമാണ്. ദാറ്റ് ദ ഹാപ്പിനെസ് വാസ് ലൈങ് ഇൻ ദ ലാസ്റ്റ് ഇയർ. അവസാനത്തെ കണ്ണുനീരിലായിരുന്നു എൻ്റെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ സങ്കടത്തിലായിരുന്നു, ഇപ്പൊ ഹാപ്പിയാണ്. അതുപോലെ നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന്റെ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിൽ നിങ്ങളും ഹാപ്പി ആയിരിക്കും. ഇനി അത് മറ്റൊരു വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ടിയർ ക്യാരിഡ് ഹാപ്പിനെസ്. എൻ്റെ കണ്ണുനീരിന്റെ അവസാനത്തെ തുള്ളിയിലാണ് ഹാപ്പിനെസ് നിലനിന്നിരുന്നത്. ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് അവസാനത്തെ കണ്ണുനീർ തുള്ളിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അത് മാത്രമല്ല നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വാട്സപ്പ് കിട്ടിയാലോ, നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ്, ഫ്രീ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്താൽ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈവ് കഴിഞ്ഞാൽ ഫ്രീ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. സോ ഫ്രീ ആണ്. ജസ്റ്റ് വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്തിരിക്കുക. കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ, ഇനി ഏത് ചാപ്റ്ററാണ് ഇതുപോലെ എടുക്കേണ്ടത്, ഏത് കോൺസെപ്റ്റ് ആണോ ഇത് വേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് കുറേ ഉണ്ടല്ലോ അത് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആകെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു വഴി എന്ന് പറയുന്നത് കമന്റ് ബോക്സ് ആണ്. ഡോണ്ട് ഫർഗെറ്റ് ടു comment below about the video and what you want in next video. സെറ്റ് ആക്കാം, പവറാക്കാം. ഏതായാലും നമുക്ക് ഇതുപോലും അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Until then, it's a bye. Thank you.